201 പല കാര്യങ്ങൾക്കും നമ്മൾക്ക് നിശ്ചലത ഉണ്ടായേക്കാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലായ്പ്പോഴും മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി നിശ്ചലത ഉണ്ടായെന്ന് വന്നേക്കാം. നിശ്ചലത ആർക്കും ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ സാഹചര്യം പലപ്പോഴും നമ്മൾക്ക് നിശ്ചലത സമ്മാനിച്ചേക്കാം. ഓരോ നിശ്ചലതയും നമ്മൾക്കൊരു വലിയൊരു തിരിച്ചറിവാണ് നൽകുന്നത്. ഭാവിയിൽ നിശ്ചലത ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാകേണ്ടതുണ്ട്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നിശ്ചലതയെ നിയന്ത്രിക്കാനും മറികടക്കാനും സാധിക്കട്ടെ. അധ്യായം 202 നമ്മളെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്തുള്ള എല്ലാ കാര്യവും നിഷ്പ്രയാസം സാധിച്ചു കിട്ടിയെന്ന് വരില്ല. ഓരോ കാര്യവും നേടുന്നതിന് അതിൻ്റേതായ പ്രയാസങ്ങളെ ശരിയായ വിധത്തിൽ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് പല കാര്യങ്ങളും നിഷ്പ്രയാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റാരുടെയോ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടാവും. ഈ ലോകത്തുള്ള എന്തും പ്രയാസം കൂടാതെ ആർക്കും നേടാൻ കഴിയില്ല. നമ്മുടെ ഓരോ പ്രയാസത്തിലൂടെ നേടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിഷ്പ്രയാസമാക്കുന്നതിന് വളരെയേറെ സഹായിക്കട്ടെ. അധ്യായം 203 ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമ്മളിൽ പലർക്കും നിസ്സാരമായി തോന്നാം. പക്ഷേ എങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളമാണെന്ന് അതിൻ്റെ നിർമ്മാതാവിനാണ് വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും മറ്റുള്ളവർക്ക് നിസ്സാരമല്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ നിസ്സാരമായി കാണുന്ന പലതും നമ്മൾക്ക് നിസ്സാരമല്ല. നിസ്സാര കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾ വേണ്ട പരിഗണന കൊടുക്കേണ്ടതുണ്ട്. നമ്മൾക്ക് മുന്നിൽ വരുന്ന പല കാര്യങ്ങളും നിസ്സാര കാര്യമായി അവഗണിച്ചാൽ പിന്നീട് ഒരു പക്ഷേ ഗുരുതര പ്രശ്നമായിട്ട് മാറിയേക്കാം. ഇന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും നാളുകളിൽ നിസ്സാരമല്ലാതെ വന്നേക്കാം. ഇന്ന് നമ്മൾ നിസ്സാരമല്ലാതായി കാണുന്ന പലതും നാളുകളിൽ നിസ്സാരമായി വന്നേക്കാം. നിസ്സാരമായ കാര്യത്തിന് പോലും വേണ്ട പരിഗണന കൊടുക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 204 നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാത്തിനെയും ഒരുപോലെ നിസ്സാരമായി കാണാതിരിക്കാൻ കഴിയേണ്ടതുണ്ട്. നിസ്സാരമായി കാണേണ്ടതും നിസ്സാരമായി കാണാൻ പാടില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം ഒരുപോലെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും നിസ്സാരമായി കാണുന്ന കാര്യങ്ങളും നിസ്സാരമായി കാണാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുടേതുമായി ഒത്തിരി വ്യത്യാസമുണ്ടായിരിക്കുമെന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൗരവമായ കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കുക. നിസ്സാരമായി കാണാൻ പാടില്ലാത്തതൊക്കെ നിസ്സാരമായി കാണാതിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 205 നമ്മളിൽ നിന്നും പല കാര്യങ്ങളും സാഹചര്യം അനുസരിച്ച് നമ്മൾ നീക്കം ചെയ്യാറുണ്ട്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ ആയുസ്സുണ്ട്. അതിനപ്പുറം ഉപയോഗിക്കാൻ കഴിയാതെ ആ വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. നീക്കം ചെയ്യേണ്ടവ സമയത്ത് തന്നെ നീക്കം ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും തോൽവിക്ക് കാരണമാകുന്ന പല കാരണങ്ങളും നീക്കം ചെയ്താൽ മാത്രമാണ് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അലസത നമ്മളിൽ നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ വിജയം നമ്മളിൽ നിന്നും ഏറെ അകലെയായിരിക്കും. ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പല കാര്യങ്ങളും സമയത്ത് തന്നെ നീക്കം ചെയ്യാൻ നമ്മൾ ഒരുക്കമായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പിടിച്ചാൽ, വസ്ത്രത്തിൽ അഴുക്ക് പിടിച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കുമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് വരെ വളരെയേറെ രീതിയിൽ ദോഷകരമായി ബാധിച്ചേക്കാം. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ നിയമമനുസരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നീക്കം ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 206 ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്രമാത്രം നെഗറ്റീവ് കാര്യങ്ങളാണ് കടന്നു വരുന്നത്. പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ളവ കേൾക്കാൻ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ കൂടുതൽ ആകാംക്ഷയുണ്ടായിരിക്കും. മറ്റുള്ളവർ നമ്മളെ വഴക്ക് പറഞ്ഞാൽ, കളിയാക്കിയാൽ, വിമർശിച്ചാൽ, പരിഹസിച്ചാൽ നമ്മളിൽ പലർക്കും ആ വ്യക്തികളോട് ദേഷ്യം ഒരുപക്ഷെ തോന്നിയേക്കാം. അന്നേരം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളായിരിക്കും കൂടുതലായി ഒരുപക്ഷെ കടന്നു വരിക. ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മളിലെ കുറവുകളെ നികത്തിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പോസിറ്റീവായിട്ട് എടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പുരോഗതി നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അടിക്കടിയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ നല്ല കഴിവുകളെ പുറത്തെടുക്കുന്നതിൽ നിന്നും ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയേക്കാം. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളവ മാത്രം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് കേൾക്കുന്നതിൽ നിന്നും എപ്പോഴും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. എന്ത് കാര്യത്തിലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെയൊന്നും പുരോഗതി കൈവരിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ലല്ലോ. നമ്മളിൽ നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരിലേക്ക് ഒരിക്കലും പകർന്നു നൽകാതിരിക്കുക. എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ പല വഴികളിലൂടെയും കടന്നു വന്നേക്കാം. നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നേരിടുകയാണ് വേണ്ടത്. നെഗറ്റീവ് കാര്യങ്ങളെക്കാൾ അധികമായി പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും പോസിറ്റീവ് കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതലായിട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം ഒരു പരിധിവരെങ്കിലും ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. കൂടെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളെ നാളുകളിൽ ഒരുപക്ഷെ അലസരാക്കിയേക്കാം, നിരാശയിലാക്കിയേക്കാം. അതിനാൽ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അലസത കൈവിടാൻ, ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിയേ മതിയാകുള്ളൂ. നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മൾ നിയന്ത്രിക്കാനുള്ള സാഹചര്യം കൊടുക്കരുത്. നെഗറ്റീവ് ചിന്തകൾക്ക് മേൽ നമ്മൾക്ക് നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട്. നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ പല സാഹചര്യത്തിലും ഉണ്ടാവുമെങ്കിൽ കൂടിയും പരിധി വിട്ട് പോകാതിരിക്കാൻ, നിയന്ത്രിക്കാൻ നെഗറ്റീവ് ചിന്തകൾക്ക് പകരമായി പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് ചിന്തകളെ നേരിടാൻ പോസിറ്റീവ് ചിന്തകൾ നമ്മൾക്ക് എന്നും എപ്പോഴും ആവശ്യമാണ്. നെഗറ്റീവ് മാത്രം പറയുന്നവരുടെ അടുത്ത് നിന്നും ഒരിക്കലും പോസിറ്റീവ് കേൾക്കാൻ ഇടവരില്ലല്ലോ. ഏത് പ്രതികൂല സാഹചര്യത്തിലും പോസിറ്റീവായിട്ട്
ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് ഊർജ്ജം പകരാനായിട്ട് പോസിറ്റീവ് ചിന്തകൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ചുറ്റുപാടിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. ഏത് മേഖലയിലും വളർച്ച കൈവരിക്കാൻ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ള ധാരാളം ആളുകൾ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. നെഗറ്റീവ് ചിന്തകളെ വളരെ വേഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രമിച്ചാൽ ഒരു പരിധിവരെ പതിയെ ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. നമ്മുടെ മനസ്സിന് നെഗറ്റീവ് ചിന്തകളിലേക്ക് തള്ളിവിടാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നെഗറ്റീവ് കാര്യങ്ങൾ ഏത് നിമിഷവും കടന്നു വന്നേക്കാം. അതെല്ലാം തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ശരിയായ വിധത്തിൽ പ്രതിരോധിക്കാനും കഴിയേണ്ടതുണ്ട്. എത്ര നല്ല ഉന്മേഷത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ഒരു പക്ഷേ ഒരു നെഗറ്റീവ് വാക്ക് മതിയാകും അവരുടെ ഉന്മേഷം ഒരു പക്ഷേ ഇല്ലാതെയാകാൻ. നെഗറ്റീവ് വാക്കുകളുടെ സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ആരും തന്നെ നെഗറ്റീവ് ചിന്തകളെ തലവലിച്ചുകൊണ്ട് കൂടെ നിർത്താൻ ഒരു കാരണവശാലും ഇവിടെ എടുത്തത്. ഇന്നുള്ള നെഗറ്റീവ് ചിന്തകൾ നാളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും സന്തോഷം നഷ്ടപ്പെടുന്നതിന് ഒരു പക്ഷേ കാരണമായേക്കാം. നെഗറ്റീവ് സംസാരം ഒഴിവാക്കുക, അത്തരം ചർച്ചകൾ ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തകൾ ശരിയായ വിധത്തിൽ നേരിടാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഏത് സമയം നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ് മനസ്സിലുള്ളതെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ പരിശ്രമിച്ചാൽ ആർക്കും നേടാൻ കഴിയുന്നതാണ് പോസിറ്റീവ് ചിന്ത എന്ന തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഒത്തിരി നല്ല കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുള്ള നമ്മുടെ ഊർജ്ജം നെഗറ്റീവ് ചിന്തകൾ കൈവിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തിൻ്റെ വില, ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നേറാൻ ഇനിയുള്ള നാളുകളിൽ സാധിക്കട്ടെ. അധ്യായം 207. നമ്മളിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല. മനുഷ്യരിൽ ഓരോ നിമിഷവും പല വികാരങ്ങളും ഉണ്ടായേക്കാം. വികാരങ്ങളെ സാഹചര്യം അനുസരിച്ച് നിയന്ത്രിക്കേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ ഒരു കാരണവശാലും നെഗറ്റീവ് വികാരത്തിന് സ്ഥാനം കൊടുക്കരുത്. നെഗറ്റീവ് വികാരങ്ങളെ കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെന്ന് വന്നേക്കാം. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് വികാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് വികാരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. അധ്യായം 208. ഈ ലോകത്ത് എന്ത് കാര്യവും നേടാനാവണമെങ്കിൽ നല്ലതുപോലെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തുള്ള പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നേടാനാവില്ല. നേടാനായി ഒത്തിരി പരിശ്രമിക്കേണ്ടതുണ്ട്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു നാൾ നേടാനാകുമെന്ന് വിശ്വസിക്കുക. പല കാര്യങ്ങളും നേടാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു നേട്ടത്തിന് പിന്നിലും കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ എളുപ്പമല്ല. നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾ നേടാനായി ക്ഷമയോടെ നിരന്തരം പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 209. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നവരാണ്. ഒരു പരിധിവരെ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് എന്തും നേടിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. പല കാര്യങ്ങളും നേടിയെടുക്കാൻ അതിൻ്റെതായ സമയം ആവശ്യമാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമാണ് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി വളർന്നു വലുതായി ഫലം നൽകാൻ നിശ്ചിത കാലയളവ് ആവശ്യമാണ്. അതിനായി വളവും ജലവും നൽകി പരിപാലിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമായ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ ആത്മവിശ്വാസത്തോടെ നല്ലതുപോലെ കഷ്ടപ്പെടാൻ സാധിക്കട്ടെ. അധ്യായം 210. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ചെറുതും വലുതുമായി നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ നേട്ടവും നമ്മളിൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നവയാണ്. നമ്മുടെ ഓരോ പരിശ്രമവും ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുന്നത് നമ്മൾക്ക് ചുറ്റിലുമുള്ളവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമ്പോഴാണ്. എന്തു കാര്യത്തിലും നേട്ടം കൈവരിക്കാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളിലാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുക. പല നേട്ടങ്ങളും ഒരു പരിധിവരെ മാത്രമേ നമ്മൾക്ക് സന്തോഷം നൽകുകയുള്ളൂ. കാലത്തിനനുസരിച്ച് നമ്മളെല്ലാവരും നേട്ടങ്ങൾ കൂടുതൽ കൈവരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ നേട്ടത്തിന് പിന്നിലും നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവേണ്ടത് മറ്റാരെക്കാളും കൂടുതലായി നമ്മുടെ മാത്രം ആവശ്യമാണല്ലോ. തോൽവികളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 211. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരെ ആരുമില്ല. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് പിന്നിലും കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. പക്ഷേങ്കിൽ നിരന്തര പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച നേട്ടത്തേക്കാൾ ഉപരിയായ നേട്ടം ഒരുപക്ഷെ നമ്മളെ തേടി വന്നേക്കാം. ഒരു ഭാഗത്തോ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം മറുഭാഗത്തോ നഷ്ടങ്ങളും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളിൽ മതിമറക്കാതെ നിരന്തരം ശ്രമിച്ചെങ്കിൽ മാത്രമേ പുരോഗതി ഒരുപക്ഷെ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഏതൊരു നേട്ടത്തിന് പിന്നിലും അധ്വാനം ആവശ്യമാണ്. പല സാഹചര്യത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിച്ചെന്ന് വരത്തില്ല. നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നത് മറ്റുള്ളവരെക്കാൾ അധികമായി നമ്മുടെ ആവശ്യമായിരിക്കണം. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും പലരും സാഹചര്യ നിമിത്തം ശ്രമിക്കാതിരുന്നിട്ടുണ്ട്. നമ്മൾ നേട്ടത്തിനായി പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് മറ്റുള്ളവർ നെഗറ്റീവ് പറയുകയും മോശമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തെന്ന് വരാം. അവരുടെ പ്രവൃത്തികളിൽ
നമ്മൾ തളർന്നു കഴിഞ്ഞാൽ പറയുന്നവർക്ക് അല്ല നഷ്ടങ്ങളുണ്ടാവുക, നമ്മൾക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മളിൽ പലരും മടി വിചാരിക്കാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ എന്ത് പറയും, അവർക്കൊക്കെ എന്ത് തോന്നുമെന്ന് കരുതിയിരുന്നാൽ നേട്ടങ്ങൾ ഒരിക്കലും നമ്മൾക്കൊരു പക്ഷേ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടേക്കാം. അപ്പോഴേക്ക് തളരാതെ വീണ്ടും തെറ്റുകൾ തിരുത്തി നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാവുക. നമ്മൾ നേടുന്ന ഓരോ ചെറിയ നേട്ടത്തിലും സന്തോഷിക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇടയാവട്ടെ. നേരായ നേട്ടങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 212. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അതിയായി ആഗ്രഹിക്കുക. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നമ്മൾ ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കേണ്ടതുണ്ട്. അതിയായ ആഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാകും. നമ്മുടെ പരിശ്രമം ഒരു നാൾ നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കും. എല്ലാവർക്കും നേട്ടങ്ങൾ നേടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പലർക്കും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാറില്ല. ഓരോ നേട്ടവും നമ്മൾക്ക് സ്വന്തമാക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് എന്തെങ്കിലും ഒരിക്കൽ ഫലം കിട്ടാതിരിക്കില്ല. തോൽവികൾക്ക് മുൻപിലും പ്രതിസന്ധികൾക്ക് മുന്നിലും തളരാതെ നേട്ടം കൈവരിക്കുന്നത് വരെ പൊരുതാൻ കഴിയേണ്ടതുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ അതിയായ നല്ല ആഗ്രഹങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 213. നമ്മൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയേറെ മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം. പല കാര്യത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇന്നലകളിൽ കിട്ടിയ പല കാര്യത്തിലും ഇന്ന് ഒരുപക്ഷെ സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നു വരില്ല. ഓരോ നിമിഷവും ലോകം വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മൊബൈൽ ഫോൺ എന്നത് കേട്ടുകേൾവി മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. പണ്ട് ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കുക എന്നത് പലർക്കും വലിയൊരു നേട്ടമായി കരുതിയത് എങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി മാറി. കാലങ്ങൾ കഴിയുന്തോറും പല നേട്ടങ്ങളും മറക്കാനിടയാകും. കാലത്തിനനുസരിച്ച് നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കണം. കാലത്തിനനുസരിച്ച് വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ പലപ്പോഴും പല മേഖലയിലും ഒരു പക്ഷേ തകർച്ചകൾ നേരിടേണ്ടി വന്നേക്കാം. ഉള്ളതിൽ സംതൃപ്തിപ്പെടാനും കൂടുതൽ നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാനും നമ്മളെല്ലാവർക്കും കഴിയട്ടെ. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഓരോ നേട്ടവും മുന്നോട്ട് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ട ഊർജ്ജം നമ്മൾക്ക് പകർന്നു നൽകുന്നതിന് സഹായിക്കട്ടെ. അധ്യായം 214. ഏതൊരു നേട്ടത്തിന് പിറകിലും പരിശ്രമം ആവശ്യമാണ്. ഒത്തിരി നാൾ നല്ലതുപോലെ പരിശ്രമിച്ചാൽ മാത്രമാണ് പല നേട്ടങ്ങളും സ്വന്തമാക്കാനായി കഴിയുക. നേട്ടത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ പലപ്പോഴും പരാജയപ്പെട്ടേക്കാം. അവിടേക്ക് തളർന്നിരിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. ഏതൊരു നേട്ടവും നമ്മൾക്ക് എപ്പോഴാണ് നേടാൻ പറ്റുക എന്ന് മുൻകൂട്ടി പറയാൻ സാധിച്ചെന്ന് വരില്ല. നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ തീരുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നിരന്തര പരിശ്രമത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 215. നേട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അധ്വാനിക്കാതെ സാധിക്കില്ലല്ലോ. ഏത് മേഖലയിൽ ഏത് തരത്തിലുള്ള നേട്ടമാണ് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം മറ്റു പല മേഖലയിലും നഷ്ടങ്ങളുണ്ടായെന്ന് വന്നേക്കാം. നേട്ടങ്ങൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും നൽകിയേക്കാം. നേട്ടങ്ങളിൽ മതിമറന്ന് മുന്നോട്ടൊന്നും ചെയ്യാതിരിക്കരുത്. അലസത ഒഴിവാക്കിയാൽ മാത്രമേ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നേട്ടങ്ങൾക്ക് അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. നേട്ടം ആർക്കും എളുപ്പത്തിൽ സ്വന്തമാക്കാനല്ല എപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല. ഏത് മനുഷ്യനായാലും എല്ലാ നേട്ടങ്ങളും ഈ ലോകത്തിൽ സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ. പല നേട്ടങ്ങളും ഒരു പക്ഷേ വളരെയധികം വൈകിയായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവുക. നമ്മൾ നാളിതുവരെ എന്തൊക്കെ നേടിയെന്നത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവർ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഓരോ കാര്യം ചെയ്യുന്നതെന്ന് വരെ നമ്മുടെ ചുറ്റിലുമുള്ളവർ ചോദിച്ചേക്കാം. സ്വന്തം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും നമ്മുടെ പരിശ്രമം മറ്റു പലർക്കും നേട്ടത്തിന് കാരണമായേക്കാം. നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്കും നേട്ടങ്ങൾ നേടാൻ സഹായിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് നല്ല കാര്യമല്ലല്ലോ. സ്വന്തം ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയത് പലതും തങ്ങളുടെ മക്കളിലൂടെ വേണ്ടപ്പെട്ടവരിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ മക്കളിലേക്ക് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അവർ ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ വേണ്ടപ്പെട്ടവരുടെ തടസ്സങ്ങൾ മൂലം നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കാൻ, കൂടുതൽ നല്ല നേട്ടങ്ങൾക്കായി പ്രോത്സാഹനം നൽകാനും മറക്കരുത്. നമ്മളിലെ കഴിവുകളെ വളർത്തിക്കൊണ്ട് വന്നാലേ പല മേഖലയിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരെ പോലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ദുഃഖിച്ച് തളരാതിരിക്കുക. ഒരുപാട് ആളുകൾ മറ്റുള്ളവരെ പോലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയാതെ പോയതിൽ വളരെയേറെ നിരാശയിൽ കഴിയുന്നുണ്ട്. നമ്മുടെ നേട്ടത്തിനായി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഒരു ചെടി നട്ടാൽ അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവാൻ അതിൻ്റെതായ സമയം ആവശ്യമായി വരുമല്ലോ. എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ സാധിക്കട്ടെ. അധ്യായം 216. നമ്മളെപ്പോഴും സഞ്ചരിക്കേണ്ടത് നേരിനൊപ്പമാണ്. നമ്മുടെ സഞ്ചാരം നേരിനൊപ്പം അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. നേരിനൊപ്പം സഞ്ചരിച്ചാൽ മാത്രമാണ് നിലനിൽക്കുന്ന വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. നേരിനൊപ്പം സഞ്ചരിക്കാൻ അല്പമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായെന്ന് വരാം. എളുപ്പം വിജയം നേടാൻ സാധിച്ചില്ലെന്നും വരാം. പക്ഷേ എനിക്ക് നേരിനൊപ്പം സഞ്ചരിച്ചാൽ കിട്ടുന്ന ഓരോ വിജയവും നമ്മൾക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കുന്നതാണ്. എല്ലാവർക്കും നേരിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് എന്നും നിലനിൽക്കുന്ന വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ.
അധ്യായം 217 നമ്മൾക്ക് ഉയർച്ചകൾ നേടാൻ സഹായിക്കുന്നത് പഠനമാണ്. ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് അറിവ് നേടേണ്ടതുണ്ട്. എന്തു കാര്യത്തിലും നമ്മൾക്ക് അറിവ് നേടുന്നതിന് പ്രായം ഒരു തടസ്സമല്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ശരിയായ മാർഗത്തിൽ കണ്ടെത്തുക. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ അറിവിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. നല്ല അറിവ് നമ്മളിൽ വലിയ മാറ്റങ്ങൾക്ക് വളരെയേറെ സഹായിക്കും. പഠനത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് ഓരോ കാര്യവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതിന് പഠനത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. പഠനം നമ്മുടെ വളർച്ചയ്ക്ക് വളരെയേറെ ആവശ്യമാണ്. നമ്മൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അറിവുകൾ നേടിയാൽ മാത്രമാണ് പല കാര്യങ്ങളും വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. എല്ലാവർക്കും പഠനത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിക്കട്ടെ. അധ്യായം 218 ഓരോ കാര്യങ്ങളും കാലത്തിനനുസരിച്ച് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. പല കാര്യങ്ങളും എളുപ്പം പഠിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്തു കാര്യവും നല്ലതുപോലെ പഠിച്ചെടുത്താൽ മാത്രമാണ് ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയുള്ളൂ. എന്തു കാര്യവും പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ആ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചാൽ മാത്രമാണ് നമ്മൾ ഓരോരുത്തർക്കും പഠനത്തിലും വിജയം നേടാൻ കഴിയുകയുള്ളൂ. ഇന്ന് നല്ലതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഭാവിയിൽ പല കാര്യങ്ങളും എളുപ്പം നേടിയെടുക്കാൻ സാധിച്ചേക്കും. പഠനത്തെ ഒരിക്കലും ശത്രുവായിട്ട് കാണാതിരിക്കുക. പഠനത്തെ മിത്രമായി കാണുക. കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഇഷ്ടത്തോടെയാകണം. ജീവിതത്തിൽ പുരോഗതി നേടിയെടുക്കാൻ പഠനം വളരെയേറെ ഉപകരിക്കും. പല ജോലികളും ചെയ്യണമെങ്കിൽ തക്കതായ യോഗ്യതകൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി വർഷങ്ങളോളം പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ആവശ്യമായ നല്ല കാര്യങ്ങൾ നിരന്തര പരിശ്രമത്തിലൂടെ പഠിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 219 നമ്മളിൽ പലർക്കും പലപ്പോഴും പതനം നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഓരോ പതനവും നമ്മൾക്ക് നൽകുന്ന ആഘാതം വളരെ വലുതാണ്. വ്യക്തമായ ആസൂത്രണമില്ലെങ്കിൽ പലയിടത്തും നമ്മൾക്ക് പതനങ്ങൾ ഉണ്ടായേക്കാം. പതനം പലതും നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മൾക്കുണ്ടാകുന്ന ഓരോ പതനവും നമ്മൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളൊരിക്കലും തീർച്ചയായും പതനത്തെ നേരിടേണ്ടി വരും. മറ്റുള്ളവരുടെ പതനത്തിൽ ഒരിക്കൽ പോലും സന്തോഷിക്കരുത്. നമ്മൾ ആർക്കും തന്നെ എപ്പോഴാണ് സ്വന്തം ജീവിതത്തിൽ പതനമുണ്ടാവുകയെന്ന് പറയാൻ കഴിയില്ല. ഏതൊരാൾക്കും ഏത് നിമിഷവും പതനമുണ്ടായെന്ന് വരാം. അടിത്തറ ശക്തമല്ലെങ്കിൽ എത്ര ഉയരമുള്ള കെട്ടിടമാണെങ്കിൽ പോലും ഒരിക്കൽ കെട്ടിടത്തിന് പതനം സംഭവിക്കാം. നമ്മുടെയും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെയും ജീവിതത്തിൽ പതനങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ. അധ്യായം 220 പല സാഹചര്യത്തിലും നമ്മൾക്ക് പതർച്ചകൾ നേരിടേണ്ടി വന്നേക്കാം. ആ സാഹചര്യത്തിലൊക്കെ പതറാതെ മുൻപോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ ധൈര്യം സംഭരിച്ചാൽ മാത്രമാണ് പല സാഹചര്യത്തിലും പതറാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതം ഒന്നേയുള്ളൂ. ഈ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നേക്കാം. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും പതറാതെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 221 മനുഷ്യർക്കിടയിൽ പരസ്പരം സഹായമുള്ളത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ നിന്നും സങ്കടങ്ങൾ അകന്നു പോയിരിക്കുന്നത്. ആവശ്യ സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവരാകണമെന്നില്ല. അപരിചിതരായിരിക്കും ഒരുപക്ഷെ സഹായിക്കുക. നല്ല മനുഷ്യർക്ക് മാത്രമാണ് ചുറ്റിലുമുള്ള മനുഷ്യരെ വേണ്ട രീതിയിൽ സഹായിക്കാൻ കഴിയുകയുള്ളൂ. മുന്നോട്ട് പോകണമെങ്കിൽ പല കാര്യത്തിലും പരസ്പരം സഹായിക്കേണ്ടതുണ്ട്. പല മനുഷ്യരുടെയും ജീവിതത്തിൽ അത്താണിയായി മാറാൻ പലരും മുന്നിട്ടിറങ്ങിയതുകൊണ്ട് അവരുടെ ഒത്തിരി സങ്കടങ്ങൾ അവരിൽ നിന്നും കിട്ടിയ സഹായങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ ഇല്ലാതെയായിട്ടുണ്ട്. നമ്മളെ കൊണ്ടാകുന്നത് പോലെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് വളരാൻ വേണ്ട പരസ്പര സഹായം ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 222 ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ പിറന്നു വീണതു മുതൽ പരിചരണം ആവശ്യമാണ്. ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിലും പരിചരണം ആവശ്യമാണ്. ഏതൊരു സാഹചര്യത്തിലും പുരോഗതി പ്രാപിക്കാൻ വേണ്ടത് നല്ലപോലെയുള്ള പരിചരണമാണ്. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാവർക്കും ആവശ്യമായ പരിചരണമൊന്നും ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ജീവിത സാഹചര്യം മോശമാണെങ്കിൽ പലപ്പോഴും നല്ല പരിചരണം കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് പരിചരണം കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. എത്രയോ സ്ഥാപനങ്ങളാണ് ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളെ, പ്രായമായവരെ, അസുഖബാധിതരെ നോക്കുവാൻ വേണ്ടിയുള്ളത്. ശരിയായ പരിചരണത്തിലൂടെ രോഗത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ട് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് തുടർന്നും പരിചരണം ആവശ്യമാണ്. മറ്റുള്ളവരെ പരിചരിക്കുന്നത് ഒരിക്കലും കുറവായിട്ട് കാണാതെ നന്മയായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചെറുപ്പമാണെങ്കിൽ നാളുകളിൽ നമ്മളെല്ലാവരും പ്രായമാകുന്നവരാണെന്ന് തിരിച്ചറിയുക. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ വേണ്ടതുപോലെ പരിചരിക്കുക. ശരീരത്തിന് ദോഷമായതോ ഉപേക്ഷിക്കുക. ശരിയായ പരിചരണത്തിലൂടെ നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് വളർച്ചകൾ നേടാനുള്ള സഹായം നൽകിക്കൊണ്ട് നന്മകൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ.
അധ്യായം 223. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ കാര്യത്തിനും ഒരു പരിധിയുണ്ട്. പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ആർക്കായാലും ചെയ്യാൻ കഴിയില്ല. എന്തു കാര്യത്തിനും പരിധി മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഒരു വാഹനത്തിൽ ഇന്ധനം നിറച്ചാൽ മാത്രം പോരല്ലോ, ആ ഇന്ധനം കൊണ്ട് എത്ര കിലോമീറ്റർ വാഹനത്തിന് ഓടാൻ കിട്ടുമെന്ന് അറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇന്ധനം തീർന്ന് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. ഇന്ധനത്തിൻ്റെ ഓടാനുള്ള പരിധി തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി കണക്കൂട്ടൽ നടത്താം. നമ്മൾ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു കാലപരിധിയുണ്ട്. ആ പരിധി പൂർത്തിയാകുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. മരണത്തില്ലായ്മ ചെയ്യാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. ഒരു പരിധി വിട്ട് ആർക്കും നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്ത് കാര്യത്തിനും ഒരു പരിധി നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. സമയത്തിന് ഒരു പരിധി, ശമ്പളത്തിന് ഒരു പരിധി, കിട്ടുന്ന സേവനങ്ങൾക്ക് പരിധി, അങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ കാര്യത്തിനും പരിധിയുണ്ട്. എല്ലാത്തിനും നിശ്ചിത പരിധി നൽകിയില്ലെങ്കിൽ ഒരു പക്ഷേ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പരിധി വിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അപകടത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ മനുഷ്യർക്ക് നിശ്ചിത കിലോമീറ്റർ മാത്രമാണ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ. നിശ്ചിത അളവിലുള്ള ശബ്ദം മാത്രമാണ് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഓരോ കാര്യത്തിൻ്റെയും പരിധി മനസ്സിലാക്കി സുരക്ഷിതമായി മാത്രം മുന്നോട്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 224. ഏതൊരു കാര്യവും വളർച്ച കൈവരിക്കാൻ കൃത്യമായി പരിപാലിക്കേണ്ടതുണ്ട്. പരിപാലിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ ഒരു പക്ഷേ വളർച്ച മുരടിച്ചു പോകുവാനുള്ള സാധ്യതയേറെയാണ്. നമ്മുടെ സാഹചര്യം അനുസരിച്ച് പരിപാലിക്കുക. സമ്പത്തുള്ളവരും ദാരിദ്ര്യം നേടുന്നവരും ഈ ലോകത്തിൽ ജീവിക്കുന്നില്ലേ? ഇന്നലകളിൽ വളരെയേറെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർ പിന്നീട് സമ്പന്നത്തിൽ ആയിത്തീർന്നിട്ടുണ്ടാകാം. ഇന്നലകളിൽ വളരെയേറെ സാമ്പത്തികത്തിൽ കഴിഞ്ഞവർ പിന്നീട് ദാരിദ്ര്യത്തിൽ ആയിത്തീർന്നിട്ടുണ്ടാകാം. നഷ്ടപ്പെടലുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടതുപോലെ പരിചരണം ആവശ്യമാണ്. എന്തു കാര്യത്തിലും വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും മുന്നോട്ട് ആവശ്യമായ കാര്യങ്ങൾ പരിപാലിക്കാൻ സാധിക്കട്ടെ. അധ്യായം 225. നമ്മുടെ ചുറ്റിലും പലതരത്തിലുള്ള പരിഷ്കാരം നമ്മൾ കാണാറുണ്ടല്ലോ. കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ചുള്ള പരിഷ്കാരം എല്ലായിടത്തും ആവശ്യമാണല്ലോ. കാലത്തിനനുസരിച്ച് പരിഷ്കാരം ഓരോ മേഖലയിലും കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പുരോഗതി നേടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ലോകം വളർച്ച പ്രാപിക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ ലോകം സഞ്ചരിക്കുന്നത്. പണ്ട് നമ്മൾക്കുണ്ടായിരുന്ന യാത്രാ സൗകര്യമല്ല എന്നുള്ളത്. ഒത്തിരി വേഗത്തിൽ ഇപ്പോൾ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ടാണ്. ഏത് മേഖലയിലും പരിഷ്കാരം കൊണ്ടുവരാൻ കഴിയുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവർക്കാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പുരോഗതി നേടാൻ വേണ്ട പരിഷ്കാരം കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 226. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് ആശ്വാസം കിട്ടുക പ്രശ്നം പരിഹരിക്കാൻ കഴിയുമ്പോഴാണ്. എല്ലാ കാര്യവും എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നവരില്ലല്ലോ. ഏത് കാര്യവും പരിഹരിക്കാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. പരിഹാരം കിട്ടുമെന്നുള്ള ധാരണയിൽ പലരും മുൻപോട്ട് പോയി ഒത്തിരി നാൾ കഴിയുമ്പോഴായിരിക്കും പോയ വഴികൾ തെറ്റായിരുന്നുവെന്ന് ഒരുപക്ഷെ തിരിച്ചറിയുക. നമ്മൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ നേരായ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. പ്രശ്ന പരിഹാരത്തിനായി തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും മറ്റു തരത്തിലുള്ള നഷ്ടങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശരിയായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം പരിഹാരം കണ്ടെത്താൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. 227. നമുക്ക് ചുറ്റിലും ഒത്തിരി കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളിൽ പലരും അതേപ്പറ്റിയെല്ലാം അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട്. നമ്മൾക്കെന്നല്ല ആർക്കായാലും ഇതിനെക്കുറിച്ചും പറയാൻ എളുപ്പമാണ്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. പറയുന്നത് പോലെ എളുപ്പമല്ല പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ എന്നത് നമ്മൾ മറക്കരുത്. ഓരോ കാര്യവും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അധ്യായം 228. നമ്മളിൽ പലരും പലപ്പോഴും മറ്റുള്ളവരോട് പറയാറില്ല. ഓരോ കാര്യവും കൃത്യമായ സമയത്ത് തന്നെ പറയേണ്ടതുണ്ട്. മറ്റുള്ളവർ നല്ലത് ചെയ്താൽ അവരോട് നല്ലതാണെന്ന് പറയാൻ പലപ്പോഴും നമ്മളിൽ പലരും ഒരു പക്ഷേ വിമുഖത കാണിക്കുന്നു. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടും പങ്കുവയ്ക്കാതെ ഉള്ളിൽ വെച്ച് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. ആരോടായാലും പറയാനുള്ളത് പറയുക എന്നത് സാഹചര്യം നോക്കിയാവണം. നമ്മുടെ ചുറ്റിലും എന്തെല്ലാം അനാവശ്യങ്ങളാണ് ചിലപ്പോഴെങ്കിലും ഒരു പക്ഷേ പലരിൽ നിന്നായി കേൾക്കേണ്ടി വരുന്നത്. ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ പരമാവധി മുഴുവനായി പറയാൻ ശ്രമിക്കുക. എങ്കിലാണ് കേൾക്കുന്ന വ്യക്തിക്ക് ഈ കാര്യം മനസ്സിലാവുള്ളൂ. പറയാനുള്ളത് പറയുമ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ കാര്യം അവതരിപ്പിക്കാൻ കഴിയണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ഓരോ കാര്യം അതിൻ്റെതായ സമയത്ത് പറയേണ്ടതുണ്ട്. പലരും തങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ തങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം പറഞ്ഞു തരാൻ ആരും തന്നെ ഉണ്ടായില്ലെന്ന് പരിഭവം പറയാറുണ്ട്. ചിലരൊക്കെ നമ്മളോട് നല്ല കാര്യങ്ങൾ നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തന്നാൽ പോലും അവർ പറയുന്നത് അതേപോലെ ഉൾക്കൊള്ളാൻ എപ്പോഴും നമ്മളിൽ പലർക്കും സാധിക്കാറില്ല. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം പറയാൻ ഇനിയുള്ള കാലം സാധിക്കട്ടെ.
അധ്യായം 229. നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്നതല്ല എന്നൊരു തോന്നൽ അതിശക്തമായി നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ലോകത്ത് ഒത്തിരി വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ പരിമിതികൾ കണ്ടുകൊണ്ട് അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞതൊക്കെയും അവരുടെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട് സ്വന്തം പരിശ്രമത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. നമ്മളിൽ പലരും സങ്കടത്തിലാകാനുള്ള പ്രധാന കാരണം പറ്റുന്നില്ല എന്നൊരു ചിന്ത നമ്മളെ പലപ്പോഴും അലട്ടുന്നത് കൊണ്ടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് തളർന്നു ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല, ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാണാൻ, എഴുതാൻ, വായിക്കാൻ, കേൾക്കാൻ, രുചി ആസ്വദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ജീവിതം നമ്മൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ദിനം പ്രതി നൽകുന്നുണ്ട്. നമ്മുടെ കുറവുകളെ നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ ജനിച്ചു വീണപ്പോൾ നമ്മൾക്ക് പലതും പറ്റുന്നതായിരുന്നില്ല. കാലം പുരോഗമിച്ചതനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറ്റുന്നതായിത്തീർന്നു. പണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി സമയമെടുത്തെങ്കിൽ ഇന്നിപ്പോൾ നിസ്സാര സമയം കൊണ്ട് അതെല്ലാം സാധിക്കുന്നു. പറ്റുന്നില്ല എന്നൊരു വാക്ക് നമ്മളെ പലപ്പോഴും പിൻപോട്ട് ആക്കും. പക്ഷേ എങ്കിൽ അതിനെതിരെ ധീരമായി പൊരുതിയാൽ പറ്റുന്നില്ല എന്നതിന് പകരം പറ്റുന്നത് ആണെന്ന് പറയാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. ഏതൊരു കണ്ടുപിടുത്തത്തിനും മുൻപ് പറ്റുന്നില്ല എന്ന അവസ്ഥ കൊണ്ട് നിരന്തര പരിശ്രമത്തിലൂടെയാണ് പറ്റുന്നില്ല എന്നൊരു അവസ്ഥ ഇല്ലാതെയാക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരം എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കുക. എവിടെയെങ്കിലും ഒരു വഴി ഒരു പക്ഷേ നമ്മൾക്കായി തുറന്നു കിടപ്പുണ്ടാകും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ എളുപ്പമാണ്. നിരന്തര ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പലതും പറ്റുന്നതാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഏത് കാര്യത്തിലും എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന നെഗറ്റീവ് ചിന്ത ഉപേക്ഷിക്കുക. നല്ല കാര്യങ്ങൾ സ്ഥിരമായ പരിശ്രമത്തിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യം അത് കണ്ടുപിടിച്ച വ്യക്തികൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ പരാജയപ്പെട്ട് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ലഭിക്കുമായിരുന്നില്ല. അവരൊക്കെ അക്ഷീണം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് അവരെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കാൻ സാധിച്ചത്. എന്തും നേടിയെടുക്കാൻ ഒരു കാഴ്ചയോടെ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. അത് സാധിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. നമ്മളെക്കൊണ്ട് ചെറുതാണെങ്കിൽ പോലും പലതും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. 230. നമ്മുടെ ഇന്നലകളിൽ പല കാര്യങ്ങളും നമ്മളിൽ പലരും പാഴാക്കിയിട്ടുണ്ടാകുമല്ലോ. അതൊരു പക്ഷേ സമ്പത്താകാം, ജോലിയാകാം, വസ്തുക്കളാകാം, സമയമാകാം, അവസരങ്ങളാകാം, കഴിവുകളാകാം. പാഴാക്കി കളഞ്ഞ പലതും തിരികെ നേടാൻ കഴിയുന്നവരില്ല. എന്തും ആവശ്യത്തിന് മാത്രം വാങ്ങുക ആണെങ്കിൽ ഒരു പരിധിവരെ പാഴാക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. ഭക്ഷണം ആവശ്യത്തിന് മാത്രം വാങ്ങുക. ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്നുണ്ടെന്നത് മറക്കാതിരിക്കുക. ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യമായി ഒന്നും തന്നെ പാഴാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 231. തെറ്റായ കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നായാലും പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും നമ്മളിൽ പലരും മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ വ്യക്തമായ ധാരണയായിരിക്കില്ല. ശരിയായ അറിവുകൾ നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമാണ് തെറ്റായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിയുകയുള്ളൂ. ഓരോ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായ രീതികൾ വേണ്ടിവരും. ഏത് കാര്യത്തിലും മുന്നോട്ടുള്ള യാത്ര സുഖമല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്തിരിപ്പിക്കേണ്ടി വന്നേക്കാം. ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഒത്തിരിയേറെ പരിശ്രമം ആവശ്യമായിട്ട് വരും. ആ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരുടെ പക്കൽ നിന്നും കൃത്യമായ ചികിത്സ വേണ്ടി വന്നേക്കാം. ദുശീലം നമ്മുടെ വ്യക്തിത്വത്തെ ആരോഗ്യത്തെയൊക്കെ ഒരു പക്ഷേ ഇല്ലായ്മ ചെയ്തേക്കാം. പിന്തിരിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക്, അധികാരപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 232. നമ്മൾക്ക് പല മേഖലയിലും എത്തിപ്പെടാൻ ഒത്തിരി ആളുകളുടെ പിന്തുണ വളരെയധികം ആവശ്യമാണ്. പലരുടെയും ജീവിതം നിരാശയിലാകുന്നതിന് കാരണം ആവശ്യമായ പിന്തുണ വേണ്ടപ്പെട്ടവരിൽ നിന്നും ആവശ്യ സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ്. പലതരത്തിലുള്ള വേദന ഉളവാക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. പിന്തുണ കിട്ടാത്തിടത്ത് തുടരാൻ പലർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. പല സാഹചര്യത്തിലും നമ്മളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെങ്കിലും ധൈര്യമായി മുന്നോട്ട് പോകുവാൻ ആത്മവിശ്വാസം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ജീവൻ നിലനിർത്താൻ ഭക്ഷണത്തിൻ്റെ പിന്തുണ വളരെ ആവശ്യമാണ്. പ്രകൃതിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമല്ലല്ലോ. നമ്മൾക്ക് പല കാര്യത്തിലും തുടക്കത്തിൽ തന്നെ വേണ്ട രീതിയിൽ പിന്തുണ കിട്ടിയെന്ന് വരില്ല. അപ്പോഴെല്ലാം തളരാതെ മുന്നോട്ട് സഞ്ചരിക്കുക. ഒരു പക്ഷേ ഒരിക്കൽ പിന്തുണ നമ്മളെ തേടി വരും. എന്തു കാര്യത്തിനും പിന്നിലും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ ഉണ്ടാവാറുണ്ട്. പിന്തുണ നഷ്ടപ്പെട്ടാൽ പലപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുക പ്രയാസകരമാണ്. എന്ത് കാര്യത്തിലും വിജയം നേടാൻ പിന്തുണ ആവശ്യമാണ്. നമ്മൾക്ക് ആവശ്യമായ സമയത്തോ ആഗ്രഹിക്കുമ്പോഴോ വേണ്ട രീതിയിൽ പിന്തുണ കിട്ടിയെന്ന് വരില്ല. വേണ്ട രീതിയിൽ പിന്തുണ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കുക. ഒരു വഴി അടഞ്ഞാൽ മറ്റു വഴികൾ തേടുക. പല സാഹചര്യത്തിലും നമ്മൾക്ക് പിന്തുണ നൽകാൻ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. വേണ്ടത്ര പിന്തുണ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. 233. നമ്മളിൽ പലരും പല കാര്യത്തിൽ നിന്നും പലപ്പോഴായി
പിന്മാറാറുണ്ട്. ഓരോ പിന്മാറ്റത്തിനും പിറകിലും എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാവാം. പിന്മാറ്റം പല സന്ദർഭത്തിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്മാറ്റം ചിലരില്ലെങ്കിൽ വലിയ തോതിൽ സങ്കടത്തിന് കാരണമാകാറുണ്ട്. എല്ലായ്പ്പോഴും പിന്മാറ്റം എല്ലാവർക്കും വളരെ എളുപ്പമുള്ളതായിരിക്കില്ലല്ലോ. പലർക്കും നേരത്തെ എടുത്ത പിന്മാറ്റങ്ങൾ പിന്നീട് വേണ്ടായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടാകാം. മുന്നോട്ട് ഒരു തരത്തിലും പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്മാറ്റമായിരിക്കും നമ്മുടെ മുന്നിലുള്ള വഴി. ചിലരൊക്കെ പറയാറുണ്ട്, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ, ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന്. സാഹചര്യം നോക്കി ഉചിതമായ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമ്മൾക്ക് തന്നെയാണ് എന്നത് മറക്കാതിരിക്കുക. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മളെ പിന്മാറ്റാൻ പലരും ശ്രമിച്ചെന്നിരിക്കും. അവിടെയെല്ലാം നമ്മുടെ നീതിബോധം, യുക്തി എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അപകടകരമായ സാഹചര്യത്തിൽ നിന്നും എത്രയും വേഗം പിന്മാറുകയാണല്ലോ ബുദ്ധി. പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി എല്ലായ്പ്പോഴും പിന്മാറാൻ ആഗ്രഹിച്ചാൽ പിന്നെ ഒന്നും നേടാൻ ആർക്കായാലും കഴിഞ്ഞെന്ന് വരില്ലല്ലോ. എന്ത് കാര്യവും ആദ്യമായി ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറവുകൾ ധാരാളം കടന്നു വന്നേക്കാം. അതിനെയെല്ലാം ധീരതയോടെ നേരിട്ടാൽ മാത്രമാണ് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ കളിയാക്കിയേക്കും, വിമർശിച്ചേക്കും, കുറ്റപ്പെടുത്തിയേക്കും എന്നെല്ലാം കരുതിയിരുന്നാൽ ഒരിക്കലും നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് ശരിയാവുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് പകരമായി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ലല്ലോ. നിരന്തര പരിശീലനമാണ് എന്തിലും നമ്മൾക്ക് നേട്ടങ്ങൾ നേടിത്തരിക. ഓരോ പരിശീലനവും നമ്മൾക്ക് ഒരു പക്ഷേ അതിൻ്റേതായ പ്രയാസങ്ങൾ സമ്മാനിച്ചേക്കാം. അതിനെയെല്ലാം അതിജീവിച്ചാൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിക്കുക. നമ്മുടെയൊക്കെ മുൻ തലമുറയിലുള്ളവർ പല കാര്യത്തിൽ നിന്നും പിന്മാറിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഒരു പക്ഷേ ഇല്ലാതായിപ്പോയതിനും. പിന്മാറ്റം ആവശ്യ സന്ദർഭങ്ങളിൽ എടുക്കാനും ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ഒഴിവാക്കാനും സാധിക്കട്ടെ. 234 നമ്മൾ മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ് പുഞ്ചിരി. പല സാഹചര്യത്തിലും മനുഷ്യർക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല. പുഞ്ചിരി വഴി ഒരു മനുഷ്യന് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാനസികമായ സന്തോഷം കിട്ടാനായിട്ട് പുഞ്ചിരി വളരെയേറെ സഹായിക്കും. എത്ര വിഷമമുള്ള അവസരത്തിലും നമ്മൾക്ക് ആശ്വാസം നൽകുന്നത് കളങ്കമില്ലാത്ത വ്യക്തികളുടെ പുഞ്ചിരിയാണ്. ചിലരൊക്കെ നമ്മളെ നോക്കി കളിയാക്കുന്ന പാവത്തോടെ പുഞ്ചിരിക്കുന്നത് നമ്മൾക്ക് വല്ലാതെ വിഷമമുളവാക്കിയേക്കാം. പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി ഒരു പക്ഷേ ഉണ്ടായേക്കാം. പുഞ്ചിരി ഒരു പ്രതീകമാണ്. ഒരാളോട് ആശയവിനിമയം ചെയ്യാൻ ഒരു പക്ഷേ നമ്മളിൽ പലർക്കും തോന്നുന്നത് ആ വ്യക്തി നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണുമ്പോഴാണ്. വേദനകൾ ഉള്ളിലൊതുക്കി പുറം ചിരിക്കുന്നവരും ഉണ്ടായേക്കാം. ആരെ നോക്കിയും കളിയാക്കി ചിരിക്കാതിരിക്കുക. അങ്ങനെ ചിരിക്കുന്നത് കാണേണ്ടി വരുന്ന വ്യക്തികൾക്ക് വല്ലാത്ത മാനസിക വിഷമം ഒരു പക്ഷേ ഉണ്ടായേക്കാം. എല്ലാവരോടും ആത്മാർത്ഥമായി മാത്രം പുഞ്ചിരിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 235 നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പൂർണ്ണത കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. എന്ത് കാര്യത്തിലും പൂർണ്ണത ഉണ്ടെങ്കിലാണ് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുക. എന്തു കാര്യത്തിലും പൂർണ്ണത കൈവരിക്കാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. പല കാര്യത്തിലും പൂർണ്ണത കൊണ്ടുവരാൻ ഒത്തിരി പരിശീലനം ആവശ്യമായി വന്നേക്കാം. പൂർണ്ണത ഉള്ളിടത്തേ ആളുകൾ കൂടുതൽ ആകർഷകരാകുള്ളൂ. പൂർണ്ണത കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തേ കൂടുതൽ ജോലികൾ ആളുകളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുള്ളൂ. എന്ത് കാര്യവും പൂർണ്ണതയോടെ കിട്ടുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് പൂർണ്ണത കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 236 നിരന്തരമായ ശ്രമത്തിലൂടെയാണ് പല കാര്യത്തിലും പൂർണ്ണതയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പൂർണ്ണത കിട്ടിയാൽ മാത്രമാണ് അതിലൂടെ ഒരു പരിധി വരെയെങ്കിലും സംതൃപ്തി നേടാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ജോലിയും പൂർണ്ണതയോടെ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ഒരുപാട് അവസരങ്ങൾ വന്നെത്തുകയുള്ളൂ. എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ സാധിക്കട്ടെ. അധ്യായം 237 നമ്മളേവരും മറ്റുള്ളവരോട് നല്ലതുപോലെ പെരുമാറാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും എല്ലാവരോടും എല്ലായ്പ്പോഴും നല്ലതുപോലെ പെരുമാറാൻ കഴിയുന്നവരില്ലല്ലോ. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ തിരിച്ചുള്ള നമ്മളോടുള്ള അവരുടെ പെരുമാറ്റവും. ആരൊക്കെ നമ്മളോട് എത്ര മോശമായി പെരുമാറിയില്ല, നമ്മൾ ആ സാഹചര്യത്തെ ക്ഷമയോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ല പെരുമാറ്റമാണെങ്കിൽ പലർക്കും നമ്മളോട് ഇഷ്ടം തോന്നിയേക്കാം. നമ്മൾക്കുണ്ടാവുന്ന എത്ര മോശമായ പെരുമാറ്റമാണെങ്കിൽ കൂടിയും ആ സാഹചര്യത്തെ ധീരതയോടെ നേരിടാൻ സാധിക്കട്ടെ. മോശമായ പെരുമാറ്റമുള്ളവരിൽ നിന്നും ആവശ്യമായ അകലം പാലിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 238 നമ്മൾ പല കാര്യങ്ങൾക്കും പരസ്പരം പൊരുത്തമുണ്ടോ എന്ന് നോക്കാറുണ്ടല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ആളുകൾക്കിടയിൽ പൊരുത്തക്കേടുണ്ടായേക്കാം. ഏത് ബന്ധം ആരംഭിക്കുന്നതിന് മുൻപും പരസ്പരം പൊരുത്തക്കേട് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടോ എന്നറിയുന്നത് നല്ലതായിരിക്കും. പൊരുത്തമുള്ളതിനേക്കാൾ പൊരുത്തക്കേടാണ് കൂടുതലെങ്കിൽ ബന്ധം വഷളായേക്കാം. പൊരുത്തം കൂടുതലുണ്ടായിരുന്ന ബന്ധങ്ങളിൽ കാലക്രമേണ ഒരു പക്ഷേ പൊരുത്തക്കേടുകൾ കൂടുതൽ വന്നെന്ന് വരാം. ആർക്കും ആരുടെയും ഭാവി ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ബന്ധങ്ങളിൽ പൊരുത്തക്കേട് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ ബന്ധങ്ങളിൽ തകർച്ചകൾ ഉണ്ടായെന്ന് വന്നേക്കാം. യോജിച്ചു പോകാൻ പറ്റാത്ത പൊരുത്തക്കേടുകളുള്ള ബന്ധങ്ങൾ പരസ്പരം സമ്മതത്തോടെ അവസാനിപ്പിക്കുന്നതിലേക്ക് ഒരു പക്ഷേ നയിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ ശരിയായ വിധത്തിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ.
അധ്യായം 239. നമ്മളിൽ പലർക്കും പല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നേക്കാം. കാലാവസ്ഥകളുമായി നമ്മൾ അധികം വൈകാതെ നമ്മുടെ ശരീരം പൊരുത്തപ്പെടാറുണ്ടല്ലോ. എന്തെങ്കിലും നിസ്സാര കാരണം മതി ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാനായിട്ട്. നമ്മളിൽ പലർക്കും മുന്നോട്ട് പല വഴിക്കും സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അതൊക്കെ പൊരുത്തപ്പെട്ടു പോയാൽ മാത്രമാണ് മുന്നോട്ട് ലക്ഷ്യസ്ഥാനത്ത് ഒരു പക്ഷേ എത്തിച്ചേരുകയുള്ളൂ. നേരായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക. എല്ലാവർക്കും നേരായ വഴിയിൽ കൂടെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 240. നമ്മളിൽ പലർക്കും സാഹചര്യങ്ങളിൽ പോരാടേണ്ടി വന്നേക്കാം. എല്ലാവർക്കും നല്ല സാഹചര്യം മാത്രമായിരിക്കില്ലല്ലോ ലഭിക്കുന്നത്. നമ്മൾക്ക് ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം ഒഴിവാകണമെങ്കിൽ നല്ലതുപോലെ സാഹചര്യമായിട്ട് പോരാടേണ്ടി വന്നേക്കാം. നാളുകളിൽ നമ്മുടെ നല്ല ലക്ഷ്യം നേടാൻ സാഹചര്യങ്ങളുമായി പോരാടുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 241. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പോരായ്മകൾ കാണുമല്ലോ. പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. നമ്മളിലെ പോരായ്മകൾ പലപ്പോഴും മറ്റുള്ളവർ വഴി ആയിരിക്കും തിരിച്ചറിയുക. വിജയത്തിലേക്ക് അടുക്കാൻ നമ്മളിലെ പോരായ്മകൾ തിരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പോരായ്മകൾ തിരുത്തി മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 242. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടെങ്കിലാണ് പോരായ്മകൾ നികത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. പോരായ്മകൾ നികത്തിയെടുക്കേണ്ടത് മുന്നോട്ട് സഞ്ചരിക്കാൻ വളരെയേറെ ആവശ്യമാണ്. പലരുടെയും സഹായം ആവശ്യമായി വന്നേക്കാം പോരായ്മകൾ നികത്തിയെടുക്കാൻ. നമ്മളിലെ പോരായ്മകൾ കാലത്തിനനുസരിച്ച് നികത്തിയെടുത്തുകൊണ്ട് മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 243. ഏത് കാര്യത്തിലും ഒരുപക്ഷെ എന്തെങ്കിലും പോരായ്മകൾ നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാം. എല്ലാ കാര്യത്തിലും എല്ലാം തികഞ്ഞവർ ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടാകില്ലല്ലോ. നാളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. ഏത് മേഖലയിലായാലും പോരായ്മകൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ആ മേഖലയിൽ മികവ് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളിലെ പോരായ്മകൾ ഒരുപക്ഷെ തിരിച്ചറിയാൻ വർഷങ്ങൾ ഒരുപാട് എടുത്തെന്ന് വന്നേക്കാം. പോരായ്മകൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ കാല പോരായ്മകൾ മൂലമുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല. ഇനി മുന്നോട്ട് പോരായ്മകൾ ശരിയായ വിധത്തിൽ ഇല്ലാതെയാക്കാമെന്നാണ് അറിയേണ്ടത്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അവിടെയുള്ള പോരായ്മകൾ ഏറെക്കുറെയെങ്കിലും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സുഖ സൗകര്യം ഒന്നും തന്നെ മറ്റൊരിടത്തും ആയിരിക്കുമ്പോൾ ലഭിക്കണമെന്നില്ല. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാം ദോഷം ഒരു പക്ഷേ സംഭവിക്കുക. പോരായ്മകൾ ഉണ്ടാകുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പല അവസരങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോയേക്കാം. പോരായ്മകൾ കൃത്യം സമയത്ത് തന്നെ പരിഹരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നാളുകളിൽ വലിയൊരു അപകടത്തിന് തന്നെ വഴിവെച്ചേക്കാം. പോരായ്മകൾ ഏത് നിമിഷവും കടന്നു വന്നേക്കാം. പോരായ്മകൾ നികത്താനുള്ള വഴികൾ പല സാഹചര്യത്തിലും മുൻകൂട്ടി കാണേണ്ടി വരും. വാഹനങ്ങളിൽ ഒരു ടയർ അധികം വയ്ക്കുന്നത് ഏതെങ്കിലും ടയർ കേടുപാട് സംഭവിച്ചാൽ യാത്രയ്ക്ക് തടസ്സം നേരിടാതിരിക്കാൻ തന്നെയാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ശരിയായ അറിവുകളുടെ പോരായ്മകളാണ്. നമ്മളിലെ പോരായ്മകൾ ഒരു പക്ഷേ നമുക്ക് തന്നെ എളുപ്പം പിടികെട്ടിക്കൊള്ളണം എന്നില്ല. നമ്മുടെ മുഖം കാണാൻ, നമ്മുടെ പുറകുവശം കാണാൻ എന്തെങ്കിലും സഹായം പുറമെ നിന്നും വേണ്ടി വരുമല്ലോ. പോരായ്മകളെ വലിയൊരു പോരായ്മയായി കാണാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്കാണ് വിജയം നേടിയെടുക്കാൻ സാധിക്കുക. മറ്റുള്ളവരെ പോലെ കഴിവുകൾ തനിക്കില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അവരവരുടെ കഴിവുകളെ കണ്ടെത്തി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ പോരായ്മകൾ മനസ്സിലായാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആ വ്യക്തിയുടെ പോരായ്മകൾ ഉറക്കി പറഞ്ഞു അവരെ പരിഹസിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് അതെല്ലാം വളരെയേറെ വേദന ഉളവാക്കിയേക്കാം. നമ്മൾക്കും ധാരാളം പരിമിതികളുണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക. ആദ്യമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒത്തിരി പോരായ്മകൾ നമ്മളിലേക്ക് കടന്നു വന്നേക്കാം. അത് കാണുന്ന മറ്റുള്ളവർ നമ്മളെ പക്ഷേ കളിയാക്കിയേക്കാം, വിമർശിച്ചേക്കാം. അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും കരുത്തു നേടേണ്ടിയിരിക്കുന്നു. അവരവരുടെ പോരായ്മകൾ യഥാസമയം കണ്ടെത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 244. നമ്മുടെ ചുറ്റിലും ഒത്തിരി പോരായ്മകൾ നമ്മൾ കാണാറുണ്ട്. പോരായ്മകൾ പരിഹരിക്കാനുള്ള നിരന്തര ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം പോരായ്മകൾ നികത്താൻ ഉണ്ടാവട്ടെ. അധ്യായം 245. പോസിറ്റീവ് വികാരങ്ങൾ നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. നെഗറ്റീവ് വികാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയെല്ലാം ചെറുക്കാൻ പോസിറ്റീവ് വികാരങ്ങൾ ആവശ്യമാണ്. പോസിറ്റീവ് വികാരങ്ങൾ നമ്മൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതിലേക്ക് സഹായിക്കും. പോസിറ്റീവ് വികാരങ്ങളുമായി എല്ലാവർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 246. പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരു നാൾ അതിൻ്റെ പരിണിത ഫലം മനുഷ്യർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രകൃതി നമ്മൾ നാളിതുവരെ നൽകിയ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നു. എന്നിപ്പോൾ പലയിടത്തും അന്തരീക്ഷ മലിനീകരണം കാരണം ശുദ്ധവായു ലഭിക്കാൻ സാധിക്കാതെ പോകുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അന്തരീക്ഷത്തിലെ വെയിൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചേക്കും. ഭാവിയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ട നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭാവി തലമുറയ്ക്ക് കൂടി ഈ മണ്ണിൽ
ജീവിക്കേണ്ടതാണ്. അന്തരീക്ഷ മലിനീകരണം കാരണം ശ്വാസ സംബന്ധമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കാറുണ്ട്. ഇതിന് പരിഹാരം കിട്ടണമെങ്കിൽ ശുദ്ധവായു ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യർക്ക് ജീവിക്കാൻ മണ്ണ്, വെള്ളം, വായു എല്ലാം ആവശ്യമാണ്. ഇതെല്ലാം മലിനമായാൽ മനുഷ്യർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. മലിനമായ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ മനുഷ്യർക്ക് ദോഷം വരാത്ത രീതിയിൽ ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക. പ്രകൃതി സ്നേഹം ഏതൊരു മനുഷ്യനും ഉണ്ടാവേണ്ടതാണ്. പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത്. മനുഷ്യർക്ക് ഭക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും അതെല്ലാം പ്രകൃതിയിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. പ്രകൃതി ദുരന്തം പലപ്പോഴും മനുഷ്യരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു. പ്രകൃതി ശക്തിക്ക് മുന്നിൽ മനുഷ്യർ ഒന്നും തന്നെയല്ല. പ്രകൃതി വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് നേരിടേണ്ടി വന്നേക്കാം. പ്രകൃതിയെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമ്മളേവർക്കും സാധിക്കട്ടെ. 247 ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രചോദനം നൽകാറുണ്ട്. പ്രതിസന്ധികളെ മറികടന്ന് പലപ്പോഴും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് പലരിൽ നിന്നും കിട്ടിയ പ്രചോദനം കൊണ്ടാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എന്നും പ്രചോദനം നൽകട്ടെ. മറ്റുള്ളവർക്ക് നേരായ രീതിയിലുള്ള പ്രചോദനം നൽകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റായ പ്രചോദനം ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. പ്രചോദനം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. എല്ലാവർക്കും മുന്നോട്ട് നേരായ വഴിക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ പ്രചോദനം ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടട്ടെ. നല്ല പ്രചോദനം മാത്രം സ്വീകരിക്കാനും മോശം പ്രചോദനത്തെ തള്ളിക്കളയാനും സാധിക്കട്ടെ. അധ്യായം 248 മുന്നോട്ട് സഞ്ചരിക്കാൻ പല കാര്യങ്ങളും പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യത്തിലും പുരോഗതി വേണമെങ്കിൽ പുരോഗതിക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് പലപ്പോഴും മരുന്ന് കഴിച്ച് മാത്രമാണ് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രതിരോധം ശക്തമായ രീതിയിൽ വേണം. ഇല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ദുശീലങ്ങളെ, ദുഷ്ചിന്തകളെ, ദുഷ്പ്രവൃത്തികളെ എല്ലാം കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട സാഹചര്യത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയട്ടെ. അധ്യായം 249 കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ പ്രതിഷേധം നടത്താറുണ്ട്. പ്രതിഷേധം ആവശ്യമായ സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രതിഷേധത്തിലൂടെയാണ് പലപ്പോഴും പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്. ഏത് പ്രതിഷേധത്തിനും വ്യക്തമായ കാരണവും ന്യായമായ കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമാണ് പ്രസക്തിയുള്ളൂ. എത്ര നാൾ പ്രതിഷേധം നടത്തിയാലും ഒരു പക്ഷേ എളുപ്പം പരിഹാരം ലഭിക്കണമെന്നില്ല. പ്രതിഷേധിക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതിഷേധിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അനാവശ്യ കാര്യങ്ങളിൽ പ്രതിഷേധം നടത്താതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മളിൽ പ്രതിഷേധം കൊണ്ട് ആരുടെയും ജീവൻ ആപത്തുണ്ടാവാൻ ഒരിക്കലും കാരണമാകരുത്. അധ്യായം 250 നമ്മളെല്ലാവർക്കും പല കാര്യത്തിലും പ്രതീക്ഷകളുണ്ടാകുമല്ലോ. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ പലപ്പോഴും നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. അന്നേരം നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ടുള്ള വഴികൾ അന്വേഷിക്കുക. പ്രതീക്ഷകൾ നമ്മൾക്ക് വളരെയേറെ ഊർജ്ജം നൽകുന്നുണ്ട്. ചിലരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പ്രവൃത്തികൾ നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലായ്മ ചെയ്തേക്കാം. പലരും വർഷങ്ങളോളം കഠിന പരിശ്രമം നടത്തുന്നത് ഭാവിയെപ്പറ്റി വളരെയേറെ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. പല സാഹചര്യത്തിലും നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടേക്കാം. അവിടെയെല്ലാം മറ്റ് പ്രതീക്ഷകളെ മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പല കാരണങ്ങളും നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലാതെയാക്കിയേക്കാം. എങ്കിൽ പോലും പുത്തൻ പ്രതീക്ഷകളുമായി നമ്മുടെ ജീവിത അവസാനം വരെ പൊരുതി മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ.